പിണറായി വിജയന് ഇഡി നോട്ടീസ് നൽകിയതിൽ തുടർ നടപടികൾ സിപിഐഎം ഇന്ന് തീരുമാനിക്കും. നോട്ടീസിന് മറുപടി നൽകാതെ നിയമപരമായി നീങ്ങാനാണ് സാധ്യത. അതേസമയം അഴിമതി ആരോപണം ശക്തമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ബിജെപിയും. ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ടി വി പ്രസാദ്, തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കെ നടത്തിയ ഒരു നീക്കം, ഈ ഒരു ഇഡി നോട്ടീസ്, അത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സർക്കാരിനെയും സിപിഎമ്മിനെയും. എന്തായാലും അതൊരു രാഷ്ട്രീയ പ്രേരിത നീക്കം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് കാര്യങ്ങളെന്നായിരുന്നു ഇന്നലെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വരികയും ചെയ്തത്. ഇനിയിപ്പോൾ എന്ത് രീതിയിലുള്ള നീക്കമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഒരു നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാതെ നിയമപരമായി നീങ്ങുക എന്നുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ? ഉറപ്പായും കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് എന്ന വാദമാണ് പ്രധാനമായും ഇതിൽ മുഖ്യമന്ത്രിയും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. മസാല ബോണ്ട് എന്നുള്ളത് അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, അതല്ലാണ്ട് ഏതെങ്കിലും രീതിയിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല എന്ന രാഷ്ട്രീയമായ ഒരു മറുപടിയാണ് ജനങ്ങൾക്ക് സർക്കാരും അതുപോലെ തന്നെ പാർട്ടിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇതിൽ നീങ്ങാനാണ് പ്രധാനമായും ആലോചിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ശക്തമായ ആയുധമായി ഇത് മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. ആ സിപിഎമ്മിനെയും സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു RSSന്റെ വേട്ടയായി കണക്കാക്കാം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള മെച്ചം. കഴിഞ്ഞ കുറേ നാളുകളായി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു തിരിച്ചടി അത് സർക്കാരിനും ആ പാർട്ടിക്കുമുണ്ട് എന്ന വിലയിരുത്തലിനിടയിലാണ് കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ ഇഡി മസാല ബോണ്ടിൽ നോട്ടീസ് അയക്കുന്നത്. ആ നോട്ടീസ് ഗുണകരമാവും എന്ന ഒരു വിലയിരുത്തൽ പരോക്ഷമായി സിപിഐഎമ്മും സർക്കാർ വൃത്തങ്ങളും പറയുന്നുണ്ട്. കാരണം വികസനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പൂട്ടാൻ കേന്ദ്രം ശ്രമിക്കുന്നു എന്ന പ്രചരണം ഈ സമയത്ത് നടക്കും. മാത്രവുമല്ല, ഒരു BJP രഹസ്യബന്ധം, RSS രഹസ്യബന്ധം CPM-മായി ഉണ്ട് എന്ന് പറയുന്ന കോൺഗ്രസിനുള്ള ഒരു മറുപടിയായിട്ട് കൂടി ഇതിനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷം സജീവമായി മുന്നോട്ട് വയ്ക്കുന്നത് കുറഞ്ഞ പലിശയ്ക്ക് ഇത് കിട്ടും എന്നിരിക്കെ എന്തിനാണ് 9.76 എന്ന കൂടിയ പലിശയ്ക്ക് ഇങ്ങനെ പണമെടുക്കാൻ തയ്യാറായത് എന്ന ചോദ്യമാണ് പ്രധാനമായും ആ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ലാവ്ലിനുമായി ബന്ധപ്പെടുത്താനുള്ള ശ്രമവും ഇന്നലെ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നടത്തിയായും കണ്ടു. പക്ഷേ ഇന്നലെ തോമസ് ഐസക് പറഞ്ഞതും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിഫ്ബിയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പും അതെല്ലാം പറയുന്നത് വികസനത്തിന് വേണ്ടിയുള്ള ഒരു കാൽവെപ്പായിരുന്നു. കിഫ്ബി എന്നുള്ളത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പണം കേന്ദ്രം തരാതിരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കിഫ്ബിയും മസാല ബോണ്ടും എല്ലാം ഉണ്ടായത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേന്ദ്രം നമ്മളെ പീഡിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇത് കേന്ദ്രത്തിനെതിരെ ഒരു ആയുധമാക്കാൻ, മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി ആയുധമാക്കാൻ കൂടി CPIM-ഉം സർക്കാരും ശ്രമിക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ കേസ് നേരത്തെ CMR-ൽ നിന്ന് അഴിമതി പണം വാങ്ങി എന്ന ആരോപണം നിലനിൽക്കുന്നത് പോലെയോ SNC ലാവിനുമായി ബന്ധപ്പെട്ട ഒരു കേസായിട്ടോ ഒന്നും ആ രീതിയിലല്ല ഇതിനെ CPM-ഉം പാർട്ടിയും കാണുന്നത്. മറിച്ച് ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ശ്രമിച്ച സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് അതിനും തിരിച്ചടി ഉണ്ടാകുന്നു എന്ന നിലയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസമാണ് സർക്കാരിനെയും CPIM-നെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശ്രുതി, കീർത്തന. ഓക്കെ, എന്തായാലും അതിനൊപ്പം അഴിമതി ആരോപണം ശക്തമാക്കി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം കൂടിയാണ് കോൺഗ്രസും BJPയും നടത്തുകയും ചെയ്യുന്നത്. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.